റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. KSEBയിൽ വിജിലൻസ് കേസുകൾ നേരിടുന്നത് 33 ജീവനക്കാരെന്ന് കണക്കുകൾ. 10 വർഷത്തെ കണക്കിലാണ് 33 പേർ കടന്നുകൂടിയിരിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾക്കാണ് 9 പേർക്കെതിരെയുള്ള കേസ്. ഏറ്റവും കൂടുതൽ വിജിലൻസ് കേസ് നേരിടുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കുറച്ചു പേരാണ്. എല്ലാ കേസുകളും ഇപ്പോൾ വിചാരണ ഘട്ടത്തിലുമാണ്. സുനിഷ അയ്യല്ലൂർ എത്തുന്നു നമുക്കൊപ്പം. സുനിഷ അയ്യല്ലൂർ, കേസ് കെട്ടെടുത്ത് നോക്കുമ്പോൾ 10 കൊല്ലത്തിനിടയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഉയർന്ന പദവികളിലുള്ള ആളുകളൊക്കെ ഉണ്ടോ? മുന്നിൽ തിരുവനന്തപുരമാണ്, അഭിമാനിക്കാം. സുജയ, അതാണ് എല്ലാ മുതിർന്ന ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 10 വർഷത്തെ കണക്കാണിത്. ഹൈ വോൾട്ടേജിലാണോ KSEBയിലെ അഴിമതി എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത്. പക്ഷേ 33 സാധാരണ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ ഇതേ രീതിയിൽ ഉദ്യോഗസ്ഥരൊക്കെ അഴിമതി നടത്തുന്നതും സാമ്പത്തിക തിരിമറി നടത്തുന്നതുമൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്, നടപടികളിലേക്ക് കടക്കാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ KSEBയിൽ നോക്കുമ്പോൾ 33 ജീവനക്കാരാണ് വിജിലൻസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. വിജിലൻസ് കേസുകൾ നേരിടുന്നത് 33 ജീവനക്കാരാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന കണക്കുകൾ. അതിൽ തന്നെ 9 പേരാണ് ഈ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ കേസിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. സുജയ പറഞ്ഞതുപോലെ തിരുവനന്തപുരം തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത്. 9 പേരാണ് ഇത്തരത്തിൽ കേസുകളിൽ പെട്ടിരിക്കുന്ന ആളുകൾ ഉള്ളത്. തൊട്ടടുത്തായി എറണാകുളം ജില്ലയും ഉണ്ട് എന്നുള്ളതാണ്. 4ഓളം പേരാണ് എറണാകുളം ജില്ലയിൽ മാത്രമുള്ളത് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. മറ്റ് ജില്ലകളിലും കുറവല്ല. കൊല്ലത്തായാലും ഒപ്പം തന്നെ കോട്ടയത്തായാലും കോഴിക്കോടായാലും വയനാടായാലും കാസർഗോഡായാലും 2ൽ കൂടുതൽ പേർ ഇതേ രീതിയിൽ വിജിലൻസ് കേസുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും ഒരു ഉദ്യോഗസ്ഥരെങ്കിലും ഇത്തരത്തിലെ സാമ്പത്തിക തിരിമറിയോ മറ്റേതെങ്കിലും തരത്തിലോ ഈ കേസിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കേസുകളെല്ലാം വിചാരണയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ KSEB മാത്രമല്ല മറ്റെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഈ അഴിമതിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ KSEBയുടെ കണക്കുകൾ മാത്രമാണ് സുജയ ഈ പറഞ്ഞത്. എന്തായാലും KSEBയിലെ കേസുകെട്ടാണ് ഇപ്പോൾ സുനിഷ അഴിച്ചു നോക്കിയപ്പോൾ 33 പേരുണ്ട്. പട്ടികയിൽ മുന്നിൽ തിരുവനന്തപുരമാണ്. എറണാകുളം ഒട്ടും പിന്നിലുള്ള 4 കേസുകൾ നേരിടുന്ന 4 കേസുകൾ 4 പേർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസൊക്കെ അഴിമതി കേസുകളാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം കേട്ടോ.